إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളായി പലതും നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാറുണ്ട്. നമ്മൾ എന്ത് പണം കൊടുത്ത് വാങ്ങുമ്പോഴും എല്ലാവരും ചോദിക്കുന്ന, എല്ലാവരും അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഇത് എത്ര കാലം നിലനിൽക്കും എന്നുള്ളത്. ഒരു വീട് നിർമ്മാണം നടത്തുന്ന വ്യക്തി ആ വീട് എത്ര കാലം അവിടെ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട്. അതിനുപയോഗിക്കുന്ന മെറ്റീരിയലുകൾ എത്രത്തോളം അതിന് ബലമുണ്ട് എന്നതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയിട്ട് ഏറ്റവും നല്ല ബലവത്തായ രൂപത്തിലാണ്, കുറേ വർഷം ജീവിക്കാൻ കഴിയാവുന്ന രൂപത്തിലാണ് അവൻ്റെ പാർപ്പിടങ്ങളെ അവൻ നിർമ്മിച്ചെടുക്കാറുള്ളത്. അതുപോലെ തന്നെ ഏത് വസ്തുക്കളായിരുന്നാലും നിത്യോപയോഗ സാധനങ്ങൾ നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ പോലും നമ്മൾ അതിൻ്റെ ഗ്യാരണ്ടി നമ്മൾ അന്വേഷിക്കാറുണ്ട്. കാരണം കുറേ കാലം അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പര്യാപ്തമായ രൂപത്തിലാകണം എന്നാണ് നമ്മൾ ആ അന്വേഷണത്തിൻ്റെ പിറകിലുള്ള നമ്മുടെ വൈകാരികമായ അവസ്ഥ. എന്നാൽ പ്രിയമുള്ളവരെ, മനുഷ്യനെന്ന് പറയുന്ന ജീവിക്ക് എത്രയാണ് പ്രിയമുള്ളവരെ ഗ്യാരണ്ടി ഉള്ളത്? എത്ര പെട്ടെന്നാണ് മനുഷ്യരിലേക്ക് മരണം കടന്നു വരുന്നത്? കുറേ പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് ഒരുപക്ഷെ നമ്മിലേക്ക് മരണം കടന്നു വരിക. നമുക്കറിയാം, ഇന്നലെ നമ്മൾ കേട്ട ഒരു വാർത്തയാണ്
ഒരു വിമാന ദുരന്തത്തിൽ ധാരാളം ആളുകൾ മരണപ്പെടുകയാണ്. എന്തെല്ലാം പ്രതീക്ഷകളുമായി കൊണ്ടാണ് ആ വിമാനത്തിൽ മനുഷ്യർ കയറിയിട്ടുണ്ടാവുക. തൻ്റെ ജീവിതമൊന്ന് കരുപ്പിടിപ്പിക്കുവാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് സന്തോഷകരമായ ഒരു ജീവിതത്തെ സ്വപ്നം കണ്ടുകൊണ്ട് കടന്നുപോയ ആളുകൾ, അതുപോലെ തന്നെ കുട്ടികളെ വിട്ടുകൊണ്ട് ഇനി അടുത്ത ഒരു വെക്കേഷനിൽ വരാമെന്ന് പറഞ്ഞ് ഞാനിതാ ഫ്ലൈറ്റ് കയറുകയാണ്, ഇനി ഇറങ്ങിയിട്ടേ ചിലപ്പോൾ വിളിച്ചാൽ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് പ്രിയമുള്ളവരെ വിളിച്ചു പറഞ്ഞ ആളുകളായിരിക്കില്ലേ അവർ. അതുപോലെ തന്നെ കുടുംബമായിക്കൊണ്ട് ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളോട് കൊല്ലപ്പെടുകയാണ്. ഈ ദുരന്തത്തിൽ അവർ പെട്ടുപോകുക. സുഹൃത്തുക്കളെ, മനുഷ്യൻ എത്ര തന്നെ അവൻ കഴിവുകളുണ്ടായാലും വൈജ്ഞാനികമായും സാങ്കേതികമായും മനുഷ്യൻ എത്ര തന്നെ ഉയർന്നാലും മനുഷ്യൻ ഒരു നിസ്സാരനാണ്. ഒരു നിസ്സാരമായ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവനാണ് പ്രിയമുള്ളവരെ നമ്മളിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്, മരണം അത് എപ്പോഴും നമ്മിലേക്ക് കടന്നു വരുമെന്നാണ്. എപ്പോഴും നമ്മിലേക്ക് കടന്നു വരാം. നമ്മുടെയൊക്കെ അവധി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ മരണത്തെ ഓർക്കാറുള്ളത് ചില പ്രത്യേക നിമിഷങ്ങളിൽ മാത്രമാണ്. ഒന്നുകിൽ നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെടണം, അല്ലെങ്കിൽ ഇതുപോലെ വല്ല ദുരന്തങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ മരണത്തെക്കുറിച്ചൊക്കെ ഓർക്കാറുള്ളത്. ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ആ ഓർമ്മക്ക് പ്രിയമുള്ളവരെ അവധിയുള്ളൂ. ഏതാനും സമയം മാത്രം. അതിൻ്റെ അപ്പുറം പിന്നീട് നമ്മൾ മരണത്തെക്കുറിച്ച് ഓർക്കാറില്ല. ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കാറില്ല, നമ്മൾ കുറേ കാലം ഇവിടെ ജീവിക്കുന്ന നമ്മളൊക്കെ ആലോചിക്കാറുള്ളത്, നമ്മളെ മരണത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടാവൂല. പലരുടെയും ജനാസ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ എൻ്റെയും ജനാസ കൊണ്ടുപോകുന്ന ഒരു ദിവസമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയോ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയോ പോലും നമ്മൾ ചെയ്യാറില്ല. പക്ഷേ മരിക്കുമെന്നുള്ളതും ഈ മരണത്തിന്റെ അപ്പുറമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുമെന്നുള്ളതും ഒരു നഗ്നമായ ഒരു സത്യമല്ലേ പ്രിയമുള്ളവര്? ഒരുപക്ഷെ നമ്മുടെ കിടക്കപ്പായിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മളൊക്കെ നല്ല ഉഷാറായി, ഞാൻ നല്ല ആരോഗ്യവാനാണ്, 100% ഫിറ്റാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പം അടുത്തൊന്നും മരിക്കൂല, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ജിംനേഷ്യങ്ങളിലൊക്കെ പോയി നല്ല മസിലൊക്കെ ഉണ്ടാക്കി നല്ല ഉഷാറായിട്ട് 100% ഞാൻ ആരോഗ്യവാനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോഴൊന്നും മരിക്കൂല എന്ന് വിചാരിക്കണ കുറെ ആൾക്കാരുണ്ട്. അത് നല്ല സുഹൃത്തുക്കൾ. ഒരുപക്ഷെ രോഗിയായി നമ്മൾ സന്ദർശനം നടത്തി ഇതാ അടുത്ത നിമിഷത്തിൽ അയാൾ മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിച്ചു പോകുന്ന ആളുകൾ കുറെ കാലം ജീവിക്കും. നമ്മൾ സന്ദർശിച്ച് പോയി വന്ന മനുഷ്യര് ഒരുപക്ഷെ അവിടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, അവരായിരിക്കും പെട്ടെന്ന് മരിച്ചിട്ടുണ്ടാകുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സുഹൃത്തുക്കൾ, മരിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ, അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് ഏറ്റവും ശ്രേഷ്ഠനായ മുഅ്മിൻ. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ. വീണ്ടും ചോദിക്കുകയാണ് നബിയെ, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, ഏറ്റവും നല്ല ബുദ്ധിമാനായ മുഅ്മിനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അക്സറുഹും ലിൽ മൗതി ദിക്റാ,
വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദാ. ഏറ്റവും നല്ല ബുദ്ധിമാനായ മുഅ്മിനാരാണ്? അവൻ ധാരാളമായി മരണത്തെക്കുറിച്ച് ഓർക്കുന്നവനാണ്. ആരാണോ ധാരാളമായി മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് അവനാണ് ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ. മാത്രമല്ല, മരണത്തിൻ്റെ അപ്പുറമുള്ള ജീവിതത്തിലേക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നവനുമാണവൻ. അവനാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ടോ? മരിക്കും എന്നുള്ളൊരു ചിന്ത, മരണത്തിൻ്റെ അപ്പുറം എൻ്റെ അവസ്ഥ എന്താകും എന്ന് ചിന്തിക്കുന്ന എത്ര ആളുകൾ പ്രിയമുള്ളവരെ നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട്, അല്ലേ? ഖുർആൻ ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരണത്തിന്റെ രുചിയെ ആസ്വദിക്കുന്നതാണ്. എല്ലാവരും മരണത്തിലേക്ക് കീഴടങ്ങേണ്ടവരാണ്. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. എല്ലാവർക്കും അവർ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ പ്രതിഫലം പൂർത്തിയാക്കി നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലുമാണ്. മരിക്കുമെന്നുള്ളതും ഈ ജീവിതത്തിന്റെ അപ്പുറമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ യാത്ര പോകേണ്ടതാണ് എന്നും ഖുർആൻ ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ പഠിപ്പിക്കുകയാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ദിവസത്തിന്റെ പ്രത്യേകത തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യരെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് തയ്യാറെടുപ്പാണ്, എന്താണ് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. നാളെ എനിക്ക് എന്താണ് സമ്പാദിക്കാൻ കഴിയുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. അതേ, എവിടെ വെച്ചുകൊണ്ടാണ് മരണപ്പെടുക എന്നും ഒരാൾക്കും പറയാൻ കഴിയില്ല. എത്ര ആയത്താണ് ഖുർആൻ പഠിപ്പിക്കുന്നത്? ഒന്നും രണ്ടൊന്നല്ല, ധാരാളക്കണക്ക്. മരിക്കും, മരണത്തിൻ്റെ അപ്പുറമുള്ളൊരു യാത്ര നമുക്ക് വരാനുണ്ട്. ഇതൊക്കെ ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവനാണ് മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ ഈ ആവർത്തിച്ചിട്ടുള്ള വിശ്വാസികളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് മരണത്തിന്റെ അപ്പുറമുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ പുറപ്പെടേണ്ടവരാണ്. മരണം അതിന്റെ തുടക്കമാണ്. മരണത്തോടുകൂടി മറ്റൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രയാണം ആരംഭിക്കുകയാണ്. ഇതിങ്ങനെ ധാരാളക്കണക്കിന് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു സെക്കൻഡ് പോലും നമ്മൾ നിശ്ചയിക്കപ്പെട്ട അവധിയിൽ നിന്ന് മുന്നോട്ടോ പിറകോട്ടോ പോവുകയില്ല. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി. ആ റബ്ബാണ് ഓരോ അടിമകളുടെ മേലും ആധിപത്യമുള്ളവൻ. ഓരോ അടിമകളുടെ മേൽ ആധിപത്യമുള്ളവൻ ആ റബ്ബാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ഹത്താ ഇദാ ജാഅ അഹദുകുമുൽ മൗതു തവഫത്തുഹു റുസുലുനാ വഹും ലഹാ യുഫർരിതൂൻ. ഓരോരുത്തരുടെയും അവധി എത്തിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും അടുക്കലേക്ക് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന്റെ മലായികത്തുകളെ അയക്കുകയാണ്. തവഫത്തുഹു റുസുലുനാ, നമ്മുടെ ദൂതന്മാരായ മലക്കുകൾ അതാ അവരുടെ ഏറ്റെടുക്കുകയാണ്. വഹും ലാ യുഫർരിതൂൻ, അതിൽ അവരൊരു സാവകാശവും കാണിക്കുകയില്ല. കുറച്ചുകൂടി കഴിയട്ടെ, അയാൾ ആത്മാവിനെ പിടിക്കാൻ കുറച്ച് സമയം കഴിയട്ടെ. അയാളുടെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല, വലിയ വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് കുറച്ചുകൂടി കഴിയട്ടെ എന്നൊരിക്കലും ആ മലായിക്കത്തുകൾ പ്രിയമുള്ളവരെ ചിന്തിക്കുകയില്ല. അങ്ങനെ ഒരു സാവകാശം നൽകുകയില്ല.
സമയമെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിന് സ്ഥലം എവിടെയാണ് എന്ന് ആ മലക്കുകൾ ചിന്തിക്കൂല. അവനെൻ്റെ വീട്ടിലെത്തട്ടെ, എന്നിട്ട് അവൻ്റെ ആത്മാവിനെ പിടിക്കാം. അവൻ്റെ കുട്ടികളെ കണ്ടവന് മരിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ, അവൻ്റെ ഇണയെ കണ്ട്, മാതാപിതാക്കളെ കണ്ട്, കുടുംബക്കാരെ കണ്ട് അങ്ങനെ മരിക്കാനുള്ള ഒരു അവസരം വരെ നമ്മളൊന്ന് കാത്തു നിൽക്കുക എന്ന് മലക്കുകൾ ചിന്തിക്കൂല. നമ്മൾ എവിടെയാണോ അള്ളാഹ് നിശ്ചയിച്ച സമയം അവിടെ വെച്ചുകൊണ്ട് സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ മലക്കുകൾ കടന്നു വന്നുകൊണ്ട് നമ്മൾ ആത്മാവിനെ പിടിക്കും. ഉണ്ടോ? അവിടെ നമ്മുടെ പ്രതീക്ഷകൾക്കോ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ ഒരു പ്രസക്തി ഉണ്ടാവില്ല. നമ്മളൊക്കെ വലിയ ആഗ്രഹങ്ങളുമായിട്ട് ഓരോ രാത്രിയും കിടന്നുറങ്ങുന്നത് അല്ലേ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ചുമലിൽ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഏറ്റവും ഗൗരവമായ ഒരു ഉപദേശം നൽകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഉപദേശത്തെ അദ്ദേഹം പറയുകയാണ്, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറുസ് സബീൽ. നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം, അല്ലെങ്കിൽ നീ ഒരു അപരിചിതനെ പോലെയാകണം. ദുനിയാവിന് വേണ്ടി ഇങ്ങനെ മരിച്ചടക്കേണ്ട ആളല്ല, ഇതൊരു യാത്രക്കാരൻ മാത്രമാണ്. ദുനിയാവ് ഒരു യാത്ര വഴിയിലെ ഒരു വഴി മാത്രമാണ്. നമ്മുടെ ഒരു യാത്രയിലാണ്, അതിൻ്റെ ഒരു വഴി മാത്രമാണ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദുനിയാവ് എന്ന് പറഞ്ഞാൽ അല്ലേ, നല്ല വെയിലുള്ള ദിവസം ഒരു ശരി ആശ്വാസത്തിന് വേണ്ടി ഒരു തണലിലേക്ക് മാറി നിന്ന് അത്രയും സമയമുള്ളൂ എന്ന്. ഈ ദുനിയാവ് നമ്മളൊരു യാത്ര പോകുമ്പോൾ നല്ല വെയിലാണ്, ഒരു മരമുണ്ട്, അതിൻ്റെ തണലിൽ കുറച്ചേരം നമ്മൾ നിൽക്കുകയാണ് ഒരു ചെറിയ ആശ്വാസത്തിന് വേണ്ടി. നിർബന്ധമായി നമ്മൾ അവിടുന്ന് യാത്ര വീണ്ടും പോകണം അല്ലേ, അവിടെ ശാശ്വതൻ. ഇതുപോലെയാണ് ദുനിയാവ്, ആ മരച്ചുവട്ട് നിൽക്കുന്ന അത്രയേ ഉള്ളൂ ഇവിടെ. കണ്ടോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, എന്നോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എൻ്റെ ചുമലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ്, എൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ്. ഓ ഇബ്നു ഉമറേ, ഈ ദുനിയാവിൽ നീ ഒരു വഴിയാത്രക്കാരനാണ്, അല്ലെങ്കിൽ നീ ഒരു അപരിചിതനാണ്. എന്നിട്ട് അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇദാ അസ്ബഹത ഫലാ തൻതളിരിൽ മസാ. പ്രഭാതമായാൽ പ്രദോഷത്തെ നീ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. ഫഇദാ അംസൈത ഫലാ തൻതളിരിസ് സബാഹ്. അതുപോലെ തന്നെ വൈകുന്നേരമായാൽ അടുത്ത പ്രഭാതത്തെ നീ പ്രതീക്ഷിക്കേണ്ടതില്ല. കണ്ടോ? രാവിലെ ആയാലേക്ക് വൈകുന്നേരത്തേക്ക് വരെ ആയുസ് കിട്ടുന്നേ പ്രതീക്ഷിക്കണ്ട. വൈകുന്നേരമായാൽ അടുത്തൊരു പ്രഭാതം, അതിലേക്ക് ഞാൻ എത്തിപ്പെടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട ഇബ്നു ഉമറേ. ഇതിന്റെ വിശ്വാസം പറയാണ്, ഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക വമിൻ ഹയാതിക ലിമൗതിക. നിന്റെ ഈ ആരോഗ്യമുള്ള സമയമുണ്ടല്ലോ, രോഗം വരുന്നതിന്റെ മുമ്പ് ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. മരിക്കണതിന്റെ മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തിക്കോ. ണ്ടോ? മരണം കടന്നു വന്നു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, അതിനെ തടുത്തു നിർത്താൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല അല്ലേ? മരണം കടന്നു വരുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ആർക്കും കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല. എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല. എവിടെ കൊണ്ടുപോയി പ്രിയമുള്ളവരെ രക്ഷപ്പെടാൻ വേണ്ടി, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദാ. ഖുർആൻ പഠിപ്പിക്കുക, അതിശക്തമായൊരു കോട്ടക്കുള്ളിൽ നീ അഭയം തേടിയാലും, മരണത്തെ പേടിച്ച് എവിടെ പോയി ഒളിച്ചാലും മരണം നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കവരോട്, ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നീ വെറുപ്പോടുകൂടി ഓടിമറയുന്ന മരണമുണ്ടല്ലോ അല്ലേ? മരണത്തെ എല്ലാവർക്കും പേടിയാണ്, നമ്മൾ ആരും ആഗ്രഹിക്കില്ല. ഒരു പനി വരുമ്പോൾ തന്നെ പേടിയാണ് മരിച്ചു പോകുക അല്ലേ? എവിടെങ്കിലും ഒരു വേദന അനുഭവിക്കുമ്പോൾ നമ്മൾ വേഗം ഹോസ്പിറ്റലിൽ പോകും അല്ലേ? ഈ വേദന ഇത് എന്തൊക്കെ അറ്റാക്ക് വരാനുള്ള സാഹചര്യമാണോ, സാധ്യതയാണോ? വേഗം പോയി നമ്മൾ ചെക്ക് ചെയ്യാൻ. ബ്ലഡിൽ എന്തെങ്കിലും ഒരു ചെറിയ അപാകത കാണുമ്പോൾ വല്ലാത്ത ഭീതിയാണ്, പേടിയാണ്, മരിക്കോ എന്നുള്ള പേടിയാണ്. അല്ലാഹ് പറയാണ് ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു. നീയൊക്കെ പേടിയോടുകൂടി വെറുപ്പോടുകൂടി ഓടിമറയുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും. അത് നിന്നെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും.
സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, പിന്നെ നീ മടക്കപ്പെടുന്നത് ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിലേക്കാണ്. ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, അവിടെ വെച്ചുകൊണ്ട് നീ പ്രവർത്തിച്ചിരുന്നതെല്ലാം അള്ളാഹു അറിയിപ്പിച്ചു തരുന്നതാണ്. കണ്ടോ, നമ്മൾ എത്ര പേടിച്ച് കരണ്ട് കറന്നിട്ടും കാര്യമില്ല. നമുക്ക് നിശ്ചയിക്കപ്പെട്ടൊരവധി ഉണ്ട്. അതെപ്പോഴാണ് നമുക്ക് ആർക്കും അറിയില്ല. എപ്പോഴാണ് നമ്മൾ മരിക്കുക ഒരാൾക്കും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണാണ് മരിക്കും. കണ്ടോ, അകാല മരണമൊന്നും മുസ്ലിങ്ങൾക്കില്ല. എല്ലാം അള്ളാഹ് നിശ്ചയിച്ച സമയത്ത് തന്നെ, നിശ്ചയിച്ച സമയത്താണ് അല്ലേ. എന്തെങ്കിലുമൊക്കെ അവിടെ ആ നിശ്ചയിച്ച സമയത്തിൽ നിന്ന് മുന്നോട്ടോ പുറകോട്ടോ ഇല്ല സുഹൃത്തുക്കളെ. മനുഷ്യരത്ര കഴിവുണ്ടായിട്ടും കാര്യമല്ല. മരണത്തിൽ നിന്ന് ഒരു മനുഷ്യനെയും തടഞ്ഞു നിർത്താൻ, ഒരാളെയും തടഞ്ഞു നിർത്താൻ ലോകത്ത് ഒരു മെഷീനറിക്കും ഒരു അത്യാധുനിക സാങ്കേതിക വിദ്യക്കും സാധ്യമല്ല. പടച്ചോന്റെ നിയമത്തിന് വിധേയമായിക്കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. നമ്മൾ വിചാരിക്കും ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് കുറെ കഴിവുണ്ട് അല്ലേ. ആളുകൾ അങ്ങനെ വിചാരിക്കും. എനിക്ക് ഭയങ്കര കഴിവാണ്, എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഞാൻ മുന്നിട്ട് നിൽക്കുന്നവനാണ്. അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ നഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, എന്നാൽ ജീവൻ നിന്റെ തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കത് പിടിച്ചു നിർത്താനാകുന്നില്ല? മനുഷ്യരെ, നിന്റെ ആയുസ്സറ്റ് പോവുകയാണ്, നിന്റെ ജീവനറ്റ് പോവുകയാണ്. നിന്റെ തൊണ്ടക്കുഴിയിൽ നിന്റെ ജീവനെത്തുമ്പോൾ എന്തേ നിനക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല? വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, അന്നേരം നിങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. മരിക്കാൻ പോണ മനുഷ്യനെ എവിടെ കൊണ്ടായാലും, ഏത് ആധുനികമായ മനുഷ്യ ശരീരത്തിന്റെ ഓരോ പോയിന്റുകളെയും കീറി മുറിച്ച് ഗവേഷണം നടത്തിയ ഒരു വിശഗ്വരന്റെ, ഒരു ഡോക്ടറുടെ അടുക്കൽ കൊണ്ടുപോയാലും ആ മനുഷ്യൻ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, ഞങ്ങളുടെ കയ്യിലുള്ളതൊക്കെ പോയിട്ടുണ്ട്, എല്ലാം ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചോളി. അല്ലേ സുഹൃത്തുക്കളെ, അത് അല്ലാഹ് പറയാൻ. നിങ്ങൾ അത്ര കഴിവുള്ളവരാണെങ്കിൽ അല്ലേ, നിന്റെ ജീവനതാ തൊണ്ടക്കുഴിയിലെത്തുകയാണ്, പിടിച്ചു നിർത്താൻ എന്താണ് നിങ്ങൾക്ക് കഴിയാത്തത്? വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾക്ക് നോക്കി നിൽക്കാനല്ലേ കഴിയുന്നുള്ളൂ. നഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, ആ മരണപ്പെടാൻ പോകുന്ന മനുഷ്യരെ അവന്റെ അടുക്കൽ നാമാണ് ഏറ്റവും അവന്റെ അടുത്തുള്ളത്, അഥവാ നമ്മുടെ ദൂതന്മാരാണ്. പക്ഷേ വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങളത് ഉൾക്കാഴ്ചയോടുകൂടി അറിയുന്നില്ല. ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ, നിങ്ങൾ അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയരല്ലാത്തവരാണെങ്കിൽ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണെങ്കിൽ, പടച്ച റബ്ബിന്റെ നിയമങ്ങൾക്ക് നിങ്ങൾ വിധേയരല്ലെങ്കിൽ, തർജിഊനഹാ, നിങ്ങളൊന്ന് തിരിച്ചെടുക്കടോ, നിന്റെ ജീവനെ നീ ഒന്ന് തിരിച്ചെടുക്കേ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ. നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ ജീവൻ ഇങ്ങോട്ട് മടക്കിയെടുക്കാൻ കഴിയാത്തത്? അതൊക്കെ നിങ്ങൾ പടച്ചോന്റെ നിയമങ്ങളൊക്കെ ചവിട്ടി മതിച്ച് ജീവിക്കാലേ അല്ലേ? നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് പലതും ഉണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പടച്ച റബ്ബിന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിക്കാത്തത്? എങ്കിൽ ഇതാ നിന്റെ ശരീരത്തിൽ നിന്ന് ജീവനറ്റു പോകാണ്. എന്താണ് നിനക്ക് മടക്കിയെടുക്കാൻ കഴിയാത്തത്, തിരിച്ചെടുക്കാൻ കഴിയാത്തത്? അള്ളാഹ് ചോദിക്കാൻ. സുഹൃത്തുക്കളെ, ലോകത്തൊരാൾക്കും അവനവന് നിശ്ചയിക്കപ്പെട്ട അവധി എത്തിക്കഴിഞ്ഞാൽ അതിനെ അവന്റെ ശരീരത്തിൽ നിന്ന് അറ്റുപോകുന്ന ജീവനുണ്ടല്ലോ, അതിനെ പിടിച്ചെടുക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. അതാണ് പടച്ചർ. എത്ര നിസ്സഹായനാണ് മനുഷ്യൻ അല്ലേ? എത്ര നിസ്സഹായനാണ് മനുഷ്യൻ. എത്ര പ്രതീക്ഷകൾ വെച്ച് പുലർത്തി ജീവിച്ചാലും സുഹൃത്തുക്കളെ, നമ്മളൊക്കെ സമയമുണ്ട്. ആ സമയം വിട്ട് ഒരു സെക്കൻഡ് പോലും നമ്മൾ മുന്നോട്ടോ പുറകോട്ടോ നമ്മൾ പോവുകയില്ല. നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത്, നിങ്ങൾ ഈ നൈമിഷികമായ ജീവിതത്തെയല്ല നിങ്ങൾ കാണേണ്ടത്, ഈ നൈമിഷികമായ ജീവിതത്തെയല്ല
ഇതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് ശാശ്വതമായ ഒരു ലോകം വരാണ്ട് അല്ലേ? അതല്ലേ ഖുർആൻ പറയുന്നത്? ആഖിറത്ത് എല്ലാ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്തിൽ കാണാം, വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ. ആഖിറത്താണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്, അതാണ് നിങ്ങൾക്ക് അവശേഷിക്കുന്നതും. ആഖിറത്താണ് മനുഷ്യരെ നിങ്ങൾക്ക് ഖൈറ് അല്ലേ? എന്നിലേക്കാണ്. ഇന്ന ഇലൈനാ സുമ്മ ഇന്ന ഇലൈനാ ഹിസാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. പിന്നെ എൻ്റെ അടുക്കലാണ് അവൻ്റെ വിചാരണ, എന്നിലേക്കാണ് അവരുടെ മടക്കം എന്നൊക്കെ ഖുർആൻ പഠിപ്പിക്കാൻ. പക്ഷേ സുഹൃത്തുക്കളെ, നമ്മൾ ആരും അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. അല്ലാഹു പറയാണ്, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. പക്ഷേ ഈ മനുഷ്യർ അവർ ഇഷ്ടപ്പെടുന്നത് ഈ ആജിലത്തിനെ, ഈ നൈമിഷികമായി തീർന്നു പോകുന്ന ദുനിയാവിനെയാണ്. വതദറൂനൽ ആഖിറ. ആഖിറത്തിനെ അവർ വിട്ടേച്ച് കളയുകയാണ്. ആഖിറത്തിനെ അവർ പ്രതീക്ഷിക്കുന്നില്ല. ആഖിറത്തിന്റെ വിജയം അവരെ കാണുന്നില്ല. മരണത്തിന്റെ അപ്പുറമാണ് ആഖിറം ആരംഭിക്കുന്നത്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അതിൻ്റെ അപ്പുറം എൻ്റെ ജീവിതം എന്താകുമെന്ന് ഒരാളും ആലോചിക്കുന്നില്ല. അതിനുവേണ്ടി ആരും അധ്വാനിക്കുന്നില്ല. അതിനുവേണ്ടി ദുനിയാവിനെ ഉപയോഗപ്പെടുത്തുന്നില്ല. അതല്ലേ നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും നന്നായി ആലോചിക്കണം. നമ്മുടെ മരണം നമ്മിലേക്ക് കടന്നു വരുന്നതിൻ്റെ മുമ്പ് പരലോകത്ത് എൻ്റെ ജീവിതം എന്താകുമെന്ന് ആലോചിക്കേണ്ടവരാണ്. നമ്മളാരും വിചാരിക്കേണ്ട കുറേ രോഗങ്ങളൊക്കെ വന്ന് കിടക്കപ്പായി കടന്നു മരിക്കുക ഒന്നും ആവശ്യമില്ല. എങ്കിൽ സുഹൃത്തുക്കളെ, 250 മനുഷ്യന്മാർ വരുന്നു, സ്വപ്നം കണ്ടിട്ടില്ല അവരുടെ മരണം അല്ലേ? ആ വിമാനത്തിൽ കയറിയവർ മാത്രമല്ല, അത് ചെന്ന് വീണ് അവിടെ 40-40 ആൾ മരിക്കാൻ. അവരാരെങ്കിലും സുഹൃത്തുക്കളുടെ മരണത്തെ അവർ കണ്ടിട്ടുണ്ടോ? മുൻകൂട്ടി കണ്ടിട്ടുണ്ടോ? അവർ ഇല്ല അല്ലേ? അവരൊക്കെ മരിക്കാൻ. 250 ആളുകൾ ഒരേ അപകടത്തിൽ സുഹൃത്തുക്കളെ മരിക്കുക. ഇവരാരും പ്രതീക്ഷിച്ചിട്ടില്ല അവരുടെ മരണം, ഇവരാരും ആഗ്രഹിച്ചിട്ടില്ല അവരുടെ മരണം. ഇതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ, നമ്മളും ആഗ്രഹിക്കാതെ നമ്മിലേക്ക് കടന്നു വരും മരണം എന്നുള്ളത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നന്നായി ആലോചിക്കുക, ബുദ്ധിയുള്ള മനുഷ്യനാകുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബുദ്ധിയുള്ള മനുഷ്യനാകണം. ആ നിലക്ക് നമ്മൾ മരണത്തെക്കുറിച്ച് ഓർത്ത് ജീവിക്കുന്ന മുഅ്മിനായി നമ്മൾ മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. മാ ബഅദ്. വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, എപ്പോൾ നമ്മൾ മരണപ്പെടേണ്ടി വന്നാലും മരിക്കുന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും, സംസാരിക്കുന്ന എനിക്കോ കേൾക്കുന്ന നിങ്ങൾക്കോ ഒരു സംശയമില്ല. എപ്പോൾ നമ്മൾ മരണപ്പെടേണ്ടി വന്നാലും, എപ്പോൾ മരണത്തിന് നമ്മൾ കീഴടങ്ങേണ്ടി വന്നാലും നഷ്ടബോധം നമ്മെ വേട്ടയാടിക്കൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കേണ്ട ഗതികേട് നമുക്കുണ്ടാകാൻ പാടില്ല. അത് നമ്മൾ ആലോചിക്കുന്നത്. എന്താണ് നഷ്ടബോധം? സുഹൃത്തുക്കളെ, ആളുകൾ പറയുന്ന, അവിശ്വാസികളായ ആളുകൾ പറയുന്ന, മരണത്തെ മുഖാമുഖം കാണുമ്പോൾ പടച്ചോനെ ഒരല്പസമയം എനിക്ക് തന്നിരുന്നെങ്കിൽ, എൻ്റെ ആയുസ്സിനൊരൽപ്പം സെക്കൻഡുകൾ നീ ദൈർഘ്യം തന്നിരുന്നുവെങ്കിൽ ഞാൻ നന്നാകാമായിരുന്നു, ഞാൻ സ്വതക്ക ചെയ്യാമായിരുന്നു, ഞാൻ സ്വാലിഹായ മനുഷ്യനാകാമായിരുന്നു. ഇതൊരു വല്ലാത്ത നഷ്ടബോധമാണ് പ്രിയമുള്ളവർ. 10, 40, 50 കൊല്ലൊക്കെ ജീവിച്ചിട്ട് സന്തോഷത്തോടു കൂടി മരണത്തെ മുഖാമുഖം കാണാൻ കഴിയാത്ത, മുസ്ലിമായിട്ട് ജീവിച്ചിട്ട് പോലും സുഹൃത്തുക്കളെ സന്തോഷത്തോടു കൂടി അല്ലേ ഒരു നല്ല പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരണത്തിന്റെ മലായിക്കത്തുകളുടെ മുന്നിൽ സുഹൃത്തുക്കളെ സന്തോഷത്തോടു കൂടി തൻ്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നത് കാണേണ്ടി വരുന്ന ആളായി മാറാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അതൊരു വല്ലാത്ത നഷ്ടം തന്നെ. അതുകൊണ്ടാണ് നല്ല ഒരു മരണത്തെ നമ്മൾ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറാകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. അല്ലാഹുവേ, എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ പര്യവസാനം ആഖിബത്ത് നീ നന്നാക്കണേ. ആഖിബത്ത് നന്നാക്കാൻ വേണ്ടി, പര്യവസാനം നന്നാക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവേ
അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, എൻ്റെ എല്ലാ കാര്യങ്ങളിലും അതിന്റെ പര്യവസാനം നീ നന്നാക്കണേ. വഅജ്ർനാ മിൻ ഖിസിയ്യിദ് ദുനിയാ വഅദാബിൽ ആഖിറ, ദുനിയാവിന്റെ എല്ലാ നിലക്കുമുള്ള നിന്ദതയിൽ നിന്നും ആഖിറത്തിലെ എല്ലാവിധ ശിക്ഷയിൽ തൊട്ടും അല്ലാഹുവേ നീ എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണേ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇതിങ്ങനെ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം സുഹൃത്തുക്കളെ ഒരു നല്ല മുഅ്മിനായി കൊണ്ട് മരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. മരിക്കുമെന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുക. അത് നമ്മൾ ഉൾക്കൊള്ളണം സുഹൃത്തുക്കളെ. എങ്കിലെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. മരണം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളുണ്ട്. അതെന്താ പറയുക? ഒന്ന്, സുഹൃത്തുക്കളെ, പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾക്ക് തൗബ ചെയ്യാൻ കഴിയുന്ന, നമ്മൾ മരിക്കുന്നവർക്കാലേ ആ മരണം എന്നിലേക്ക് കടന്നു വരുന്നുള്ള ചിന്ത പച്ചയായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഏത് തെറ്റ് വന്നു പോയ മനുഷ്യന് പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും. അതുപോലെ തന്നെ നന്മ ചെയ്യാനുള്ള ഒരു ആവേശം ഉണ്ടാകും. നന്മകൾ ചെയ്യാനുള്ള ഒരു ആവേശം അതുണ്ടാകും. മരിക്കുന്നുള്ളൊരു ഓർമ്മ ഉണ്ടാകും. അതില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ തെറ്റുകളോട് അതൊക്കെ നിസ്സാരമായി കാണുന്നൊരു സമീപനം ഉണ്ടാകണം. മരിക്കുന്നുള്ള ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളൊക്കെ വാഹനത്തിൽ പോണവരാണ്. എല്ലാവരും ഫ്ലൈറ്റ് കയറിയാലേ മരിക്കുള്ളൂ ഒന്നുമില്ല. അങ്ങനെ ആരും ചിന്തിക്കണ്ട. അവരൊക്കെ ഫ്ലൈറ്റ് കയറിയിട്ടല്ലേ. അങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ കാണും. അതൊന്നും നല്ല സുഹൃത്തുക്കൾ. നമ്മൾ വാഹനത്തിൽ കയറണവരാണ്. ഈ വാഹനത്തിലൊന്നും കയറിയില്ല, നടന്നു പോണവന് അപകടം ഉണ്ടാവില്ല. ഇനി അപകടമൊന്നും ഉണ്ടായില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിൽക്കാൻ അല്ലേ എത്ര സെക്കൻഡ് മതി? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നടന്നു പോവില്ലേ? ഇരുന്നാൽ, കിടന്നാൽ അല്ലേ, കിടന്നുറങ്ങുമ്പോഴൊക്കെ അതൊക്കെ നമ്മുടെ ഒരു ചെറിയ മരണമാണ് എന്ന്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എപ്പോഴും നമ്മുടെ ചെരുപ്പിൻ്റെ വാറ്, പാദരക്ഷയുടെ വാറ് നമ്മുടെ ശരീരത്തോട് എത്രത്തോളം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുവോ അതിനേക്കാൾ അടുത്താണ് മരണം എന്ന്. അതിനെ നമ്മൾ നിസ്സാരമായി കാണേണ്ടവരല്ല. ഒരുപക്ഷെ അടുത്തൊരു ദിവസത്തിൽ ചിലപ്പോൾ എൻ്റെ പേര് മാറ്റപ്പെടും. നിങ്ങളൊക്കെ പേര് ഒരു പക്ഷേ മാറ്റപ്പെടും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പേരിനൊന്നും പ്രസക്തിയില്ല. പിന്നെ മയ്യത്തായി, പിന്നെ മയ്യത്താണ്. പിന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക മയ്യത്ത് തരട്ടെ കണ്ടോ. അതുകൊണ്ട് ആ മയ്യത്ത് എന്ന അഡ്രസ്സ് നമ്മിലേക്ക് വരാൻ സുഹൃത്തുക്കളെ കുറേ കാലൊന്നും ആവശ്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരണത്തെക്കുറിച്ച് നന്നായി ആലോചിക്കുക, ചിന്തിക്കുക. ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ അവസ്ഥ എന്താണ്? ഇതാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ആലോചിക്കേണ്ടത്. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളെ നന്മകൾ ചെയ്യാനും ചെയ്തു വന്ന ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളിൽ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകും. അങ്ങനെ ഉണ്ടായ സുഹൃത്തുക്കളെ നല്ലൊരു മരണം നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും. അന്നലക്കുള്ള മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അവരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കുകയും അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.